അന്തോ അതിനെ പിടിച്ച് പിച്ചു. ഇവിടെ ഓൾറെഡി കയർ യാമിക്കുട്ടി ഭീമേ. യാമിക്കുട്ടി അവിടെ സെറ്റ്. വീഡിയോ നമ്മളെ പുതിയ കിച്ചൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കിച്ചൺ കാണുമ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ടാവില്ലേ ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ. ഇത് നമ്മുടെ അടുക്കളുടെ തൊട്ടിപ്പുറത്തുള്ള വർക്ക് ഏരിയയിൽ ജസ്റ്റ് ചെറുതായിട്ട് ഞാനൊരു കിച്ചൺ സെറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കൊച്ചു ഫാമിലിയിലെ ഷെറൂബാൻ്റെ ഹോം ടൂർ കണ്ടപ്പോഴേ അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു കിച്ചണാണ്, അവൾ ഈ കിച്ചണിലാണ് വർക്ക് ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുഞ്ഞു കിച്ചണിലെ നല്ല സുഖാക്കാനും വൃത്തിയാക്കാനും ഒക്കെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് വീഡിയോ കാണലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ അടുക്കളയ്ക്കും വർക്ക് ഏരിയക്കൊക്കെ വന്ന സമയത്ത് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചത് കേട്ടോ, സത്യമായിട്ടും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓളെ അവിടെ കാണിച്ച എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. അവൾക്ക് ഇവിടെ ഒരു അലമാറുണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ അതേപോലെ ഇവിടെ ഈ തട്ടും ഉണ്ട്, ഇങ്ങനെ ഒരു സ്പേസും ഉണ്ട്, ഇവിടെ സിങ്ക്. ഇതേപോലെയാണ് ആ വർക്ക് ഏരിയ. അപ്പോൾ ഞാൻ അന്ന് നമുക്കും സെറ്റ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ മതിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ വീഡിയോ കണ്ട് അന്ന് ആഗ്രഹിച്ചട്ടോ. ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യം വിചാരിച്ചാൽ അപ്പം തന്നെ നടപ്പിലാക്കൂല. അത് നടപ്പിലാക്കാൻ കുറേ സമയം എടുക്കും കേട്ടോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ ആലോചിച്ചും കുറേ സമയം എടുത്തിട്ടാണ് ഒരു കാര്യം ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്നോടൊരു ആൾക്കാർ ഒരു പരിപാടിയൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കാരി. പരിപാടിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ മാസം ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ കിച്ചൺ മേക്ക് ഓവർ ചെയ്ത പോലെ തന്നെ എനിക്ക് ഇനി മേക്ക് ഓവർ ചെയ്യാനിട്ട് നമ്മുടെ മുഖത്തൊക്കെ നല്ല കറുത്ത പുള്ളികളും അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആവാനും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി സംഭവം ഞാൻ പറഞ്ഞുതരാം. ആരും സ്കിപ്പ് ചെയ്യേണ്ടിട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതാണ് കേട്ടോ സാധനം. നമുക്ക് ഈ ഉറക്കക്കുറവും അലച്ചിലും തിരിച്ചിലും ഒക്കെ ആയിട്ട് മുഖമൊക്കെ ആകെ ക്ഷീണിച്ച് മുഖത്തെ കറുത്ത പുള്ളിയൊക്കെ തെളിഞ്ഞ് മുഖത്തിൻ്റെ ഗ്ലോ ഒക്കെ പോയിട്ട് മുഖമൊക്കെ ഡള്ളാവൂലേ, അങ്ങനെയുള്ളവർക്ക് ആ ഡാർക്ക് സ്പോട്ടൊക്കെ പോയി മുഖമൊക്കെ നല്ല ഗ്ലോ ആവാനുള്ളതാണ് ഹിമാലയൻ്റെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഉപയോഗിച്ചതിൻ്റെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണല്ലേ ഈ ഒരു ഡാർക്ക് സ്പോട്ട്. അതിപ്പോൾ ഈ സൂര്യൻ്റെ ചൂടുകൊണ്ടാവാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാവാം, അല്ലെങ്കിൽ മുഖക്കുരൊക്കെ വന്ന് പോയ പാടാവാം. എന്തെന്നെ ആയാലും അത് ട്രീറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമ്മുടെ മുഖം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ വന്ന് ഈവൻ ടോൺ ആവുള്ളൂ അല്ലേ. അതിന് ഈ ഒരു സിറം ബെസ്റ്റ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 100% ഓർഗാനിക് ആയിട്ടുള്ള സരസ ടെർമറിക് എക്സ്ട്രാക്ട് കൊണ്ടാണ് കേട്ടോ. അതുപോലെ ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമൈഡും ആണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകും. അതുപോലെ തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. ഇതെങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഇതിന് 2-3 തുള്ളി എടുത്ത് മുഖത്താക്കിയിട്ട് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി 2 നേരമാണ് കേട്ടോ തേക്കേണ്ടത്. ഇത് തേച്ച ശേഷം നമുക്ക് സാധാരണ പോലെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറം യൂസ് ചെയ്ത് മുഖത്ത് നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ. മുഖത്തെ കറുത്ത കുരുക്കളൊക്കെ പോയി ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്, ഈവൻ ടോണും ആയിട്ടുണ്ട് അല്ലേ. സ്പെഷ്യലി ഇത് ഹിമാലയൻ്റെ ആണ് കേട്ടോ. ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അതുപോലെ ഹിമാലയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് 30% ഓഫും ഉണ്ടാവും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാനും ഇങ്ങനെ ഈ കിച്ചൺ സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കിച്ചൺ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇപ്പോൾ ഈ കിച്ചൺ ഞങ്ങൾ അധികം കുറേ പാത്രങ്ങൾ കൊടുന്ന് കഴുകാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ ഒരു മേക്ക് ഓവർ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തതായിരുന്നു. ആ ഒരു പലകൊക്കെ വെച്ച് അങ്ങനെ ജസ്റ്റ് ചെറിയൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കർട്ടനൊക്കെ എടുത്തിട്ടു. പിന്നെ ബൂബുവിനുള്ള ഇരിപ്പിടം, പിന്നെ ബൂബുവിൻ്റെ തീറ്റപ്പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ ഇട്ട് വെക്കുക. ഈ സെഞ്ചി കവർ ഇട്ടാനുള്ള സെഞ്ചി ആട്ടോ. ഞാനൊരെണ്ണം തയ്ച്ച് വെച്ചിരുന്നു. അത് കേടുന്നപ്പോൾ തൽക്കാലത്തിന് പിന്നെ എനിക്ക് തയ്ക്കാനൊന്നും ഒഴിവില്ലാത്ത കാരണം ജസ്റ്റ് കവർ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തയ്ക്കലൊക്കെ നിർത്തിയിരുന്നല്ലോ അത് കാരണം. പിന്നെ നമ്മുടെ മിക്സി ഇങ്ങനെയുള്ള പാത്രങ്ങളും ഈ ഒരു പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാറ്. ഇവിടെ ഈ ചട്ടിയിൽ നമ്മുടെ കറി, ഇതിൽ ഉപ്പേരി, ബാക്കി ചട്ടികൾ ഈ അടുപ്പിൽ അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അടുപ്പിലൊന്നും കത്തിക്കാറില്ലല്ലോ. അപ്പോൾ ആ ഒരു ഹോളിൽ അതിന് മൂടി വെക്കാതെ ഈ ചട്ടികളെല്ലാം വെക്കലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു വെള്ളത്തിന്റെ വലിയ കുപ്പിയും ഇതിൽ കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മളെ കുടിക്കാനുള്ള കുഴൽക്കിണറിൽ പിടിക്കുന്ന വെള്ളം വെക്കുന്ന കുപ്പികളും അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ മിക്സി, പിന്നെ ഇവിടെ 2 തട്ടുണ്ട്. ഈ തട്ടിൽ ഇതിലൊക്കെ ഉള്ളി വെളുത്തുള്ളി, അതിലും ഉള്ളി വെളുത്തുള്ളി അതിൽ ഇതൊക്കെ തുടപ്പും ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ താഴത്താണ് ഇവിടുത്തെ കിച്ചണിലേക്ക് ആവശ്യമായ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് അതിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സ്റ്റൗവും വാങ്ങിച്ചതാണ്. യാമിക്കുട്ടി ഇതാവിടെ പപ്പയുടെ മടിയിലിരിക്കുന്നത് വന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞാനിവിടെ ഉണ്ട് ഗെയ്സ് എന്ന് പറഞ്ഞ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ അല്ലറ ചില്ലറ പണികളൊക്കെ ആയി വായയിലൊക്കെ കയ്യൊക്കെ ഇട്ട്
പപ്പനെ പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പറ അല്ലേ യാമി. പിന്നെ മെയിൻ സാധനം ഈ ഒരു കാർഡ്ബോർഡിന്റെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടുപ്പിന്റെ മുകളിൽ വെക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇനി അടുക്കളത്തെ ഈ സാധനങ്ങളെല്ലാതും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. തീരെ കുഴച്ചില്ല, സ്മെല്ല് വരാം. ഇനി ഞങ്ങള് ചില്ലിന്റെ തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാ. യാമിക്കുട്ടി ബീപ്പിക്കുട്ടി നോക്കണ്ട. അപ്പോൾ യാമിനെ കാണുന്നതേ ചതുർക്കപ്പോ നിങ്ങളുടെ തിരിഞ്ഞ് കിടക്കട്ടോ. ഓള് നോക്കിയപ്പോ അല്ലേ ബൂബു തെറ്റിക്കാൻ കുട്ടിനോട് തെറ്റിക്ക ബൂബുക്കാക്കൂ. സംഗതി ബൂബുവിന് യാമിക്കുട്ടിനെ പേടിയാണ് കേട്ടോ. പേടിയാ. യാമിക്കുട്ടി എവിടെ കിടക്കണെന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്ത് കൂടെ ആള് പോകുള്ളൂ. അങ്ങനെ പേടിയാണ് ബൂബുവിന്. വലിയ ആളായിട്ട് ഞാനല്ലേ ഫ്രണ്ടുകളൊക്കെ അല്ല പ്രഗ്നന്റുകളെന്ന് പറഞ്ഞ ഡെലിവറികള്. ഡെലിവറികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ പാവ അമ്മയാണല്ലേ. 6 മാസം വരെ ശരിക്കും റെസ്റ്റാണ്. അതുകൊണ്ടാ റെസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് വെയിറ്റ് താങ്ങണ്ട. അതുകൊണ്ട് എനിക്ക് ഇട കുടുക്കൊക്കെ കൊണ്ടുപോയിക്കുന്നു. ഞാൻ പറയുന്ന കുട്ടീനെ പിടിച്ചു ഞാൻ കൊണ്ടുപോയിക്കാൻ. അപ്പൊ ഈ പ്രഗ്നന്റ് ഗേളല്ലേ ഡെലിവറി ഗേള് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ. ഇതൊക്കെ കുറെ മുന്നേ മേടിച്ച ചട്ടികളാണ് കേട്ടോ. സ്റ്റൗവിൽ വെച്ച് വെച്ചിട്ട് ചട്ടികൾ അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരുന്നില്ല കേട്ടോ. ഈ ആമിക്കുട്ടിയൊക്കെ എന്തൊക്കെ വൈവരിക്കുക കൊണ്ടേക്കും. ഞാൻ കൊണ്ടുപോയി വെക്കാം, ഞാൻ വെക്കാം, ഞാനത് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പരിസരം ക്ലീൻ ആക്കി. അപ്പൊ ആദ്യം നമ്മുടെ വാൾപേപ്പർ ഒട്ടിക്കണം. അതാ യാമിക്കുട്ടി ബീം ബാഗിൽ കിടക്കുകയാണല്ലേ അല്ലേ യാമിക്കുട്ടി? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതാ ഈ വാൾപേപ്പറാണ് ചുമരുമ്പോൾ ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ചുമരിൻ്റെ ഈ ഭാഗത്ത് മാത്രമാണ് ഫ്രൂട്ട്സിൻ്റെ ചിത്രം. ഈ ഭാഗത്തും പ്ലെയിൻ വൈറ്റാണ്. അപ്പോൾ അവിടെ ഒട്ടിക്കില്ല, ജസ്റ്റ് ഇവിടെ മാത്രം ഒട്ടിച്ചിട്ടൊന്ന് ലുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വാൾപേപ്പറാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 250 അങ്ങനെ എന്തോ റേറ്റ് ആണ് കേട്ടോ ഇതിന്. ഞാൻ പപ്പ ഇത് കയറി ഒട്ടിക്കട്ടെ കേട്ടോ. സ്റ്റൂൾ വെച്ച് കയറണ്ടേ? അതിൻ്റെ അടുത്ത് യാമിക്കുട്ടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിട്ടോ. അതിനോള് പാലോ കുടിച്ചോള് സുഖമായിട്ട് ഇറങ്ങിക്കും. ഇത് ഒട്ടിക്കണ കണ്ടിട്ട് ആരും ഇന്നെ ഇത് ഒട്ടിക്കണെന്ന് പറഞ്ഞാണ്ട് വിളിക്കുകയും ചെയ്തിട്ടില്ല. നമുക്ക് ഒഴിവില്ല, ബിസിയാണ്. അതാ നമ്മുടെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടോ. ഈ അടുപ്പിന്റെ മുകളിൽ വെക്കാനുള്ള കാർഡ്ബോർഡ് അതാ ഈ ഒരു ഷീറ്റാണ് കേട്ടോ. ഈ ഒരു വാൾപേപ്പർ ഇതൊരു വൈറ്റ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. പ്ലൈവുഡോട് കുറെ പണികളുണ്ടാകുന്ന പറയില്ല. അതിൽ ഒരു പ്ലൈവുഡ് ഞങ്ങൾ ഇതിന് വഴി തന്നെ ഇലയാമി കുട്ടിയെ അത് ആശാരിനെ കൊണ്ട് കറക്റ്റ് സ്പേസ് അതിൻ്റെ സ്പേസിൽ മുറിച്ച് വെപ്പിച്ചതായിരുന്നു ഞങ്ങൾ. യാമിക്കുട്ടി എത്തിയേക്ക്. ആരെത്തിയേക്ക്? യാമിക്കുട്ടി വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ച് ഇവിടെ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ആകെ 2 റോളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയും പിന്നെ ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തും മാത്രമേ ഒട്ടിക്കാനുണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡൊക്കെ വൈറ്റ് കളർ തന്നെയാണ്. ഇവിടെ പ്രിൻ്റാണ് കേട്ടോ. അപ്പം ഇവിടേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 2 റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെയും പിന്നെ ഇവിടെയും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പ്രിൻ്റ് തന്നെയാണ്. കാരണം സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാൽ മൊറോക്കൻ ടൈൽസൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ എല്ലാവരും വിരിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടൈൽസിൻ്റെ പ്രിൻ്റാണല്ലോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു. ബുബുക്കുട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ വീഡിയോയിൽ അല്ലേ ബുബു? യാമിക്കുട്ടി ഉറങ്ങിയിരിക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രങ്ങളും ഉള്ളിപ്പാത്രങ്ങളും ഒക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാലും നമുക്ക് ഓരോ സാധനങ്ങൾ എവിടെ വെക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം. ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു കിച്ചൺ ആക്കണം. ഈ കിച്ചൺ വർക്കാവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു കിച്ചൺ, നമുക്ക് സൗകര്യപൂർവ്വമുള്ള ഒരു അടുക്കള, ഒന്നിങ്ങനെ വിരകാനുള്ള കുഞ്ഞടുക്കള. അതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ ഇതാ ഇവിടെ ഇടണം. ഇത് എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ആ ബെഡ്ഷീറ്റിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു പ്രിൻറ്റും 4 പുറം വൈറ്റ് ആയിട്ടുള്ള ആ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, അതിൻ്റെ പ്രിൻ്റുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ നടുവിട്ട് മടക്കിക്കുക. അതായത് ഈ ഭാഗത്തും പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഇത് തൂക്കാൻ ഷെഫ് കൂട്ടം വരണം കേട്ടോ. പിന്നെ ഞാനിതാ കവർ ഇടാനുള്ള ഈ ഒരു സെഞ്ചി അടിച്ചിട്ടുണ്ടോ. ഈ സെഞ്ചി തയ്ക്കണ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്
ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറാണ് കേട്ടോ, ഒരു പില്ലോ കവർ. അപ്പോൾ ഇത് ജസ്റ്റ് നീളത്തിലൊരു പീസ് നീളത്തിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഈ അറ്റത്തൊരു എലാസ്റ്റിക് ഇടുക, ഈ അറ്റത്തൊരു എലാസ്റ്റിക് ഇടുക, ഇവിടെ ഇങ്ങനെ ഒരു വള്ളിയും പിടിപ്പിക്കുക. നമുക്ക് ഇതിൽ കൂടെ കവർ ഇടുക, ഇതിൽ കൂടെ കവർ എടുക്കാം. അപ്പോൾ ഇതിൽ കൂടി തന്നെ കവർ എടുത്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ചില കവർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്താൽ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ കൂടി ഇടുക, അടിയിൽ നിന്ന് എടുക്കുക, അങ്ങനെ സെലക്ട് ചെയ്യുക കേട്ടോ. പണ്ടേ ഇതിൻ്റെ സ്ഥാനം എന്താ ഇവിടെയാണ് കേട്ടോ ഞാൻ വെക്കാറ്. ഇവിടെ വെക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കൊടുന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ ഇടാം. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് കവർ ഇടാൻ നമ്മളൊരു സ്ഥലം ഇങ്ങനെ കണ്ടെത്തണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ കിട്ടുമ്പോൾ അത് കളയാൻ തോന്നില്ല, പിന്നെ എല്ലായിടത്തും കളയാനും പറ്റൂല. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തിരികെ വെക്കുമല്ലോ, അടുപ്പിലിടും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഇടുന്നതിന് വരെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതിൽ വന്ന് നോക്കിയാൽ കവർ ഉണ്ടാവും എന്തായാലും. ഇനി ഞാനിതങ്ങനെ കുറച്ച് വള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു ഗ്ലാസ്, ഇത് ഞാൻ ഇവിടുന്ന് മുഖം കഴുകട്ടെ, അപ്പോൾ ഫേസ് വാഷ് ഒക്കെ കൂടെ കൊടുന്നേക്കണം. ഇതൊക്കെ പൈനാപ്പിൾ മുളപ്പിച്ചതാട്ടോ. ഇവിടെ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഇത് നമ്മളെ വാഷ് ബേസിൻ ഉണ്ടല്ലോ, വാഷ് ബേസിന് ഇത്ര വീതി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി വീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ വഴിയിലാണല്ലോ വാഷ് ബേസിനുള്ളത്. അപ്പോൾ കുറച്ചും കൂടി സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് മുറിപ്പിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പീസ് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം അത് കഴുകാനുള്ള സാമഗ്രികൾ എടുക്കട്ടോ. അത് ഷെഫ് മോനെ എന്തോ കഴിച്ചിട്ട് അതിൻ്റെ പാത്രം കൊടുന്നാട്ടോ. എനിക്കറിയാം എനിക്ക് ഈ പാത്രങ്ങളൊക്കെ ആവശ്യമായിരുന്നു. ഇത് നമ്മളെ ലേഡി ഓഫ് കേരളയുടെ ഡ്രസ്സ് അടിച്ചപ്പോൾ ബാലൻസ് വന്നു കേട്ടോ. പാത്രം കഴുകാനും മേല് കഴുകാനും ബാത്റൂമിൻ്റെ ചുമരൊക്കെ എടുക്കാനും ഇങ്ങനത്തെ നെറ്റ് നല്ല സുഖമാട്ടോ. ലേഡി ഓഫ് കേരളയുടെ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, എൻ്റെ സംഭവബഹുലമായ ഡ്രസ്സ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവബഹുലമായ ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ ഈ കടയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഒരള്ള നെറ്റ് ഒരു 2 മീറ്ററൊക്കെ വാങ്ങിച്ചാൽ മതി. 20-25 അങ്ങനെയൊക്കെ ഉള്ളൊരു മീറ്റർ ഒരള്ള നെറ്റ് നോക്കി മേടിച്ചിട്ട് ആവശ്യമാകുമ്പോൾ പഴയത് കളഞ്ഞിട്ട് പുതിയത് ഇങ്ങനെ വെട്ടി ഇട്ടാൽ മതി കേട്ടോ. നല്ല യൂസ്ഫുള്ളാണിത്. ഈ ഒരു പലകേട്ടത് ഇത് സാധാരണ പ്ലൈവുഡ് പലകയാണ്. ഇതിൻ്റെ മുകളിൽ വാൾപേപ്പർ ഇട്ടിട്ട് ഈ വാൾപേപ്പർ ഇടല്ലോ വെള്ളമായാൽ നല്ല തുടച്ചെടുത്ത വൃത്തിയാവുന്ന ടൈപ്പ് വാൾപേപ്പർ കേട്ടോ. വാൾപേപ്പർ നല്ല സുഖം. മരമാകുമ്പോൾ പൂപ്പൽ ഒടിക്കൂല, അതിനേക്കാൾ നല്ലതാണ്. ഇതിനിവിടെ ഓൾറെഡി കയറുണ്ട് കേട്ടോ, കയറുമ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം എങ്ങനെയുണ്ട് തട്ടിക്കൂട്ട് സെറ്റപ്പ്? സൂപ്പറല്ലേ? ഇതിന്മേൽ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ വെക്കുകയും ചെയ്യാം. ഇതിന്മേൽ സോപ്പ് കഴുകണത് അത് ഇത് അങ്ങനെയുള്ളതൊക്കെ വെക്കാം. കുറേ പാത്രങ്ങൾ ഇഷ്ടമല്ല ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം പാത്രങ്ങളാണ്. ഈ പാത്രങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും നമ്മളെ മൺചട്ടിയൊക്കെ ഇവിടെ വെച്ചു, 2 കുക്കർ ഇവിടെ വെച്ചു. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കുക്കിംഗ് പാത്രങ്ങൾ കേട്ടോ. പിന്നെ കുറച്ച് അടുക്കളയിലുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ അധികം എടുക്കാത്ത പാത്രങ്ങൾ അവിടെയും വെച്ചിരിക്കുക കേട്ടോ. കുടുക്ക, കുടം അങ്ങനെയുള്ളതൊക്കെ. അങ്ങനെയുണ്ട് മമ്മൻ്റെ അടുക്കള സെറ്റപ്പൊക്കെ. കളി കാണാൻ പോകുന്നേ ഉള്ളൂ, കർട്ടൻ ഇടാൻ പോയാ. അപ്പുറത്തേ പപ്പ ഒരു കോല് വെച്ചിട്ടുണ്ടാവും, അത് ഇതിമ്മക്ക് ഇട്. ആ കോലിൻ്റെ എടുത്താട്ടെ ആദ്യം. റീൽസിൽ പറയില്ലേ, നിന്നെയൊക്കെ കാണുമ്പോൾ കൊതിയാവുകടാ, ഒരു പണിക്ക് പോകണ്ട. ആ ആളാണ് ഇല്ലേ, ഒരു പണിക്ക് പോകണ്ട, നേരെ ഭക്ഷണം, ബൂബുവിൻ്റെ ഭക്ഷണങ്ങളാണ് കേട്ടോ. ഇത് ഭക്ഷണത്തിനായിട്ടൊരു പലക ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിൽ എടുത്തിട്ടില്ല. ഇതിലോ എൻ്റെ കുടിവെള്ളം, പിന്നെ ഇതിലോ എൻ്റെ ഇങ്ങനത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറുമ്പ് കയറാതിരിക്കാൻ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്മേലാണ് ഈ ഒരു പാത്രം വെക്കുക. അതൊക്കെ എക്കാൻ്റെ ഐഡിയ എന്ന് പറയാൻ പറഞ്ഞിരിക്കണം പ്രത്യേകം. ആ കോലും കെട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിക്കുള്ള കർട്ടൻ കോലാണ് കേട്ടോ. ഇത് നമ്മുടെ തുടപ്പിൻ്റെ ഒക്കെ കേടരാത്ത കോല്. കോലിന് വേണ്ടിയിട്ട് തുടപ്പുണ്ട് മേടിച്ചിട്ട് അതിൻ്റെ തുടപ്പിൻ്റെ അറ്റം അങ്ങോട്ട് കളഞ്ഞു. കോലിയായിരിക്കും സീരിയസ് ആണ്. ഞാൻ ഈ നമ്മൾക്ക് ഈ അടുക്കള ഇങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് അവിടേക്കൊരു പ്ലഗ് പോയിൻറ്റും ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇതിടാനുള്ള ഹോളും പിന്നെ ഇവിടേക്കൊരു ബൾബും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് വിശേഷങ്ങൾ അറിയാൻ. ലാമിക്കുട്ടി വന്നു. ലാമിക്കുട്ടി ക്ലിപ്പ് ഇട്ടിട്ടില്ലല്ലോ തലയിൽ. ഇത് കുറച്ച് വീതി കുറഞ്ഞു പോയി, അത് കാരണം കുറച്ച് റിസ്ക് ഉണ്ട്. കറക്റ്റ് അല്ലേടാ? നടുവോ? അങ്ങനെ അടിപൊളി കറക്റ്റ് സെറ്റ് ആയിട്ടോ. കണ്ടോ, ഞെറിവൊക്കെ ഉണ്ട്. ഒറ്റ അടി ഇതിനെ അടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചിരിക്കുക. ഇനി കർട്ടൻ വെക്കാനുള്ള ദൗത്യവുമായി ഷെഫ് മോനാണ് പോയിക്കൊള്ളുന്നത്. ഇക്കൊക്കെ കർട്ടൻ വെക്ക, ഇനി ഇതൊക്കെ ചെയ്യട്ടാ. കർട്ടൻ പക്ഷെ
പക്ഷേ അപ്പുറത്തേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ കള്ളികളുടെ അപ്പുറത്ത്. കാരണം ഇവിടെ ഈ സാധനങ്ങളൊക്കെ വരിക കാരണം അപ്പുറത്താണ് കട്ടർ. ഇന്ന് വെയിൽ ഇങ്ങോട്ട് അടിക്കണേനും പിന്നെ നമുക്ക് അടുക്കളല്ല, അപ്പോൾ ഇങ്ങനെ ഒരു മറമാണല്ലോ. അപ്പോൾ അതിനുള്ള കട്ടൻ ആദ്യം ഇവിടെ ഇട്ടിരുന്നു കേട്ടോ, പിന്നെ കട്ടൻ അഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവ് മറ്റ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം ഇനി അതൊക്കെ ഒന്ന് വേഗം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ മുത്തുമണി കേട്ടോ. ഓനക്ക് നമ്മുടെ പുതിയ അടുക്കളയിൽ നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓനക്കും വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ പ്ലഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പറാണ് കേട്ടോ. അന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ട്, വാങ്ങിക്കാനാണ്, യൂസ്ഫുൾ ആണോ എന്നൊക്കെ കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ. ഇതിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റും, എയർ ഫ്രയർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ അന്നത്തെ ആ ഒരു വീഡിയോയിൽ. പിന്നെ ഇത് പ്രവർത്തിപ്പിക്കാനൊക്കെ സുഖമാണ് കേട്ടോ, കാരണം ഇതിന് ഓരോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫിഷ്, ചിക്കൻ, പിസ്സ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അയ്യോ യൂസ് ആക്കണില്ല, അപ്പോൾ യൂസ് ആക്കണില്ല, എവിടെ നമ്മളെ അഗാറോൻ്റെ ഇതാണ് കേട്ടോ. അഗാറോൻ്റെ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണെന്നുള്ളതാണ് ഞാൻ സൂപ്പറാണെന്നുള്ളത് പറയുക. ഇവനെ നമുക്ക് ഈ അരുകിലേക്ക് നീക്കി വെക്കാം. നമ്മളെ അടുക്കള പണി പകുതി ആയിട്ടുള്ളൂ കേട്ടോ. പകുതി ആയിട്ട് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ബിരിയാണി കഴിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. നിൽക്കൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചിട്ട് ബാക്കി പരിപാടി. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നമ്മളെ ഒന്നും പറയാനില്ലാത്ത അച്ചാറുണ്ട് കേട്ടോ. ഐഷുമാസ് ബീഫ് പിക്കിൾ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. വീഡിയോയിൽ ഇങ്ങനെ കാണാറുണ്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ച് ടേസ്റ്റൊക്കെ പറയണതേ. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും എങ്ങനെയാണ് നാവോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, അത് കാണുമ്പോൾ ഒരു കൊതി. ശരിക്കും ഞാൻ പറയാം അതൊരു ബീഫ് വരട്ടിയത് പോലെ നിറയെ ബീഫ് തന്നെ കേട്ടോ. ഓല് പറയുന്ന പോലെ തന്നെ പിന്നെ നല്ല നാടൻ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി കോരി കുറച്ചൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇതാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ യാമിക്കുട്ടി അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. മാമു കഴിക്കട്ടെ കേട്ടാ. യാമിക്കുട്ടി ഈ ബീൻ ബാഗിന് എത്രയുടെ ആയത് എല്ലാവരും ചോദിക്കട്ടെ. 3000 ആയിട്ടില്ല എന്നാൽ 2003 വിടുകയും ചെയ്തിരിക്കണു. ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അത് അതിൻ്റെ ബീനോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കുഷ്യനുണ്ട്, പിന്നെ ഒരു കാല് വെക്കാനുള്ളൊരു ഫുഡ് റെസ്റ്റ് പോലത്തെ സാധനമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് യാമിക്കുട്ടി പാലൊക്കെ കുടിച്ചിത ക്ലിപ്പൊക്കെ കുത്തി നല്ല ഉളക്കാക്കെ കൊടുന്നാട്ടോ ഈ ഒരു ക്ലിപ്പുകൾ. ഷെഫ് മോനെ ആ ഗ്യാസ് സ്റ്റവ് ഇവിടെ കൊടുന്ന് നിൽക്ക്. ഇതാണ് നമ്മുടെ അടുക്കളയിലെ താരം. അപ്പോൾ ഈ സ്റ്റവ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. 2000 സംതിങ് ഉള്ളൂ. ഞാൻ അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല. 2000 രൂപ 2000 ചില്ലറ അത് നോക്കിയിട്ടാണ് വാങ്ങിച്ചതാണ് കേട്ടോ. 3 ബർണർ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കാണാൻ. ഗ്ലാസ് ടോപ്പാണ്. ISI മുദ്ര ഒക്കെ ഉണ്ട് അല്ലേ. നമ്മളിത് അവിടെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഓസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും വന്നിട്ടുണ്ട്. ഓ ചക്കരമ്മ കൊടുക്കണ്ടോ പപ്പക്ക്? ഉറക്കം വന്നിട്ട് ഇറങ്ങിയിരിക്കണം കണ്ണൊക്കെ. ഇതൊക്കെ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അങ്ങനെയല്ല, വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചാലും എന്ത് സാധനം മേടിച്ചാലും അത് ഉപയോഗിക്കാനായിട്ട് കൊതിയാവുമല്ലോ. ഇത് ഇങ്ങനെ തൂക്കിയിടുന്ന കുളത്താണ്. കൈലാറ്റ ചുമരുമ്പ് ഒട്ടിക്ക ഇവിടെ വെക്കാം. ഇങ്ങനെ വെക്കാം അല്ലേ. എത്തൊന്നുമില്ല, ഞാനത് അങ്ങനെ വെച്ചിക്ക. ആ തലക്കത്തേലൊന്നും വെച്ചിട്ടില്ല. കയ്യിലൊക്കെ തൂക്കട്ടെ, ഒരു ഉറപ്പൊരു ബലൊക്കെ കാണാൻ. 425 രൂപ കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ബോട്ടിലുകളാണ് കേട്ടോ. ഞാൻ ഇതുവരെ എല്ലാവരും പറയും ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കണം, സ്റ്റീലിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കണം, പക്ഷെ നല്ല വിലയാണല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അധികം പ്ലാസ്റ്റിക്കിനായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഗ്ലാസ് മേടിച്ചിട്ടോ. കുറച്ചായിട്ട് മേടിക്കാച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ 12 മേടിച്ചിട്ടുണ്ട്. രസമുണ്ടല്ലേ കാണാൻ. കുപ്പികളൊക്കെ കഴുകി തുടച്ച് ഇതാ മസാല ഒക്കെ നിറച്ചു കേട്ടോ. ഇപ്പം കൂടിയിരുന്നു. അതിൻ്റെ ഇടക്ക് യാമിക്കുട്ടിനെ ഉറക്കി ഒക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിലിങ്ങനെ നിറച്ച് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയിലെ കഴുകിയിട്ട്. ഇതിനകത്ത് എണ്ണ, സുർക്ക, നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടോ. പിന്നെ മിക്സ് ചെയ്താൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആക്കിട്ടോ. പിന്നെ നമ്മളെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഉപയോഗിച്ച് തുടങ്ങിയാലുള്ളൂ നമുക്കിതൊക്കെ എവിടേക്ക് വെക്കണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടുക. ഇവിടെ വെക്കല്ലേ.
എന്ത് ചെയ്യേണ്ടി വരില്ലേ? ഇവിടെ വെക്കാം അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വെക്കാം അല്ലേ? ഇതിൻ്റെ മുകളിൽ വെക്കാം അല്ലേ? ഞങ്ങൾ ഗൾഫിക്ക് വരുമ്പോൾ എന്താ 15 കൊല്ലം മുമ്പാട്ടോ ഞാൻ ഗൾഫിൽ പോയി. അപ്പോഴത്തേനും തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ വീട് വെക്കുന്നതിന് മുമ്പാണ് ഞാൻ ഗൾഫിൽ പോയത്. ആ പോകുന്ന സമയത്ത് ഞാനവിടെ ചെന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് ആദ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആണ് പോയത്. അന്ന് വാങ്ങിച്ച കറിപ്പാത്രം കേട്ടോ, അത് ഇപ്പോഴും പൊട്ടിയിട്ടില്ല. വീണോ? അതെ, ആർക്കും ഓർമ്മയില്ല. പൊട്ടിയിട്ടില്ല, മാഷാഅല്ലാഹ് ഇപ്പോഴും പൊട്ടുന്നത്. ഇത് പൊട്ടി കഴിഞ്ഞ് ഭയങ്കര സങ്കടക്കാരി കേട്ടോ. അപ്പോൾ ഇവന് മേലെ ഇരിക്കട്ടെ. ഇത് ഞങ്ങളെ കുരുമുളക് പൊടി, ജീരകപ്പൊടി, ബിരിയാണി മസാല പൗഡർ. അതായത് വീട് ഞങ്ങൾ അടുക്കളയൊക്കെ സെറ്റാക്കി ഓരോന്നൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടല്ലോ യാമിക്കുട്ടി. അപ്പത്തിന് യാമിക്കുട്ടി ഉറങ്ങി നീച്ച് വന്നിട്ടുണ്ട്. ഇനി ഉദ്ഘാടനം കഴിക്കോ? പഴുപ്പ് കത്തിച്ച് അതോടുകൂടി ഞങ്ങൾ അടുക്കളയുടെ പണി പൂർത്തിയായി നർത്തം. വാമിങ് കഴിഞ്ഞു. ഹൗസ് വാമിങ് അല്ലേ? ഹൗസ് ഫുള്ളിലല്ലോ അല്ലേ? കിച്ചൺ വാമിങ് കഴിഞ്ഞു. രസമുണ്ടല്ലേ? ഇടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ട് ഇവിടെ ചായ കാച്ചാനേ പാൽപ്പൊടി പഞ്ചസാരയൊക്കെ അപ്പുറത്ത് കൂടിയെന്ന് കൊണ്ടുവരണം. ചായ ഞങ്ങൾ കെറ്റിൽ ഇങ്ങോട്ട് വെക്കാം അല്ലേ? ചായയും കെറ്റിലൊക്കെ ഇവിടെ തന്നെ ആക്കിയാലോ? ഒഴിവാകല്ലേ? എന്നാ പഞ്ചസാര പാത്രം ഇതുകൊണ്ട് കൊണ്ടേ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ പെരുമാറി കഴിയുമ്പോഴുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഇതറിയട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചായപാത്രത്തിൽ ചായ വെക്കാൻ പോവുകയാണ്. നമ്മളെ അഗാരോൻ്റെ ചായപാത്രം കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ ടൈപ്പാക്കാൻ കേട്ടോ ഒക്കെ. ഇതൊരു സുഖമല്ല. യാമിക്കുട്ടിക്കാണ് ചായ. സുലൈമാനി തലയിലൊക്കെ പൂവ് പൂത്തിക്കണം കേട്ടോ, അസർമുല്ലപ്പൂവ്. ഇനി നമുക്കിവിടെ നമ്മളെ ചായക്കപ്പ് ഇവിടെ കൊടുന്ന് വെക്കണം. ചായക്കപ്പും പാത്രങ്ങളൊക്കെ. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള പ്ലേറ്റും നല്ല ഉറപ്പാട്ടോ. 4 കയറുമേനെ വെച്ചിക്കണ്. പറഞ്ഞേക്ക് പൊട്ടിച്ചാടുന്ന കേട്ടോ. നല്ല ഉറപ്പുള്ള നൂല. പിന്നെ അത്യാവശ്യം ഗ്ലാസും കയ്യിലൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കും കേട്ടോ. അവൾക്ക് സന്തോഷം കണ്ടോ? യാമിക്കുട്ടി എപ്പോഴും ബുബുവിനെ നോക്കൂട്ടോ. ബുബുവിനെ നല്ല ഇഷ്ടമാണ്. പക്ഷെ ബുബു ഒന്നും കാട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ കൈ കഴുകി കൊടുക്കണം. അതോ അതിനെ പിടിച്ച് പിച്ചു നോക്കി നോക്ക് ബൂപ്പുക്കാക്കി. നോക്കി നോക്കി അനങ്ങാതെ അതിനെ പിടിച്ച് തൂക്കുക. പാവട്ടോ, എനിക്കറിയേ അവിടെ കാക്കണില്ലേ? ബൂബുക്കാക്കാണ് യാമിക്കുട്ടിൻ്റെ. കയ്യോട് വായക്കൊണ്ടോണല്ലേ അല്ലേ? ബൂബു അതിനാലെ വിരിഞ്ഞു നിൽക്കണൊക്കെ. ഓൻ്റെ മേലാകെ വിരിഞ്ഞു. അപ്പോൾ 2 ദിവസമായി ബൂബുവിനെ എങ്ങനെ നോക്കലോ തുടങ്ങിയിട്ട്. ഓൻ നടക്കണതും ഇരിക്കണതും ഒക്കെ നോക്കലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും. അമ്മൻ്റെ പുതിയ അടുക്കള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളെ കിച്ചൺ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുവരെ മൈക്ക് യൂസ് ചെയ്തിട്ടോ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ മൈക്ക് ഓഫ് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. മൈക്ക് വെച്ചതാ പ്രശ്നം, നോക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചായയൊക്കെ പോയാലൊക്കെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡാമേജ് ആവുമായിരിക്കും. അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കും. ഇവിടേക്ക് ഒരു മാർബിളിൻ്റെ പീസ് വെക്കണം, നാനോ വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെന്തെങ്കിലും മേടിച്ച് വെക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങൾ അടുക്കള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വോയിസിലില്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.